ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ ജീവിത കാലഘട്ടം 1853 മുതൽ 1924 വരെ. ചട്ടമ്പിസ്വാമികളുടെ ജീവിത കാലഘട്ടം 1853 മുതൽ 1924 വരെ. ചട്ടമ്പിസ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പിസ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പിസ്വാമികളുടെ മരണം 1924 മെയ് 5. ചട്ടമ്പിസ്വാമികളുടെ മരണം 1924 മെയ് 5. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചട്ടമ്പിസ്വാമികളുടെ ഭവനത്തിൻ്റെ പേര് ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പിസ്വാമികളുടെ ഭവനത്തിൻ്റെ പേര് ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പിസ്വാമികളുടെ മാതാപിതാക്കളുടെ പേര് വാസുദേവ ശർമ്മ, നങ്ങമ്മ. ചട്ടമ്പിസ്വാമികളുടെ മാതാപിതാക്കളുടെ പേര് വാസുദേവ ശർമ്മ, നങ്ങമ്മ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ഒന്നുകൂടെ. ചട്ടമ്പിസ്വാമികളുടെ ജീവിത കാലഘട്ടം 1853 മുതൽ 1924 വരെ. ചട്ടമ്പിസ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പിസ്വാമികളുടെ മരണം 1924 മെയ് 5. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചട്ടമ്പിസ്വാമികളുടെ ഭവനത്തിൻ്റെ പേര് ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പിസ്വാമികളുടെ മാതാപിതാക്കളുടെ പേര് വാസുദേവ ശർമ്മ, നങ്ങമ്മ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യൻ കുമ്പളത്ത് ശങ്കുപിള്ള. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യൻ കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം അറിയപ്പെടുന്നത് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം അറിയപ്പെടുന്നത് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പിസ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗം. ചട്ടമ്പിസ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗം. സർവ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ. സർവ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളെ പരിപൂർണ കലാനിധി, സദ്ഗുരു, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പിസ്വാമികളെ പരിപൂർണ കലാനിധി, സദ്ഗുരു, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ഒന്നും കൂടെ. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യൻ കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം അറിയപ്പെടുന്നത് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പിസ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗം. സർവ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ
ചട്ടമ്പി സ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, ചട്ടമ്പി സ്വാമികളെ പരിപൂർണ കലാനിധി, സദ്ഗുരു, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. വിദ്യയും വിത്തും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശേഷിപ്പിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, വിദ്യയും വിത്തും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശേഷിപ്പിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, ജാതിമത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജടപ്പാടികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജടപ്പാടികൾ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് വിശേഷിപ്പിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് വിശേഷിപ്പിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തി തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തി തൈക്കാട് അയ്യ. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗ വിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടപ്പാടികൾ. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗ വിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടപ്പാടികൾ. ചട്ടമ്പി സ്വാമികളെ സന്യാസ വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി സുബ്ബജടപ്പാടികൾ. ചട്ടമ്പി സ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി സുബ്ബജടപ്പാടികൾ. ഒന്നും കൂടെ, വിദ്യയും വിത്തും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശേഷിപ്പിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ, ജാതിമത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജടപ്പാടികൾ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് വിശേഷിപ്പിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ച വ്യക്തി തൈക്കാട് അയ്യ. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടപ്പാടികൾ. ചട്ടമ്പി സ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി സുബ്ബജടപ്പാടികൾ. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ. മുരുകൻ്റെ തീവ്ര ഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചത്. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ. മുരുകൻ്റെ തീവ്ര ഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത്. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് ആദ്യമായി വിളിച്ചത് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് ആദ്യമായി വിളിച്ചത് തൈക്കാട് അയ്യ. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികർ. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികർ.
ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാട്. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാട്. ജ്ഞാനപ്രജാകാരം എന്ന സാംസ്കാരിക സംഘത്തിലെ സജീവ പ്രവർത്തകനായ കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ജ്ഞാനപ്രജാകാരം എന്ന സാംസ്കാരിക സംഘത്തിലെ സജീവ പ്രവർത്തകനായ കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ജ്ഞാനപ്രജാകാരം എന്ന സാംസ്കാരിക സംഘത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ജ്ഞാനപ്രജാകാരം എന്ന സാംസ്കാരിക സംഘത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി പേട്ടയിൽ രാമൻപിള്ള ആശാൻ. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പ് ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതു ലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ഏത് നവോത്ഥാന നായകൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ചട്ടമ്പി സ്വാമികളുടെ. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പ് ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതു ലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ഏത് നവോത്ഥാന നായകൻ്റെ പ്രവർത്തന ഫലമായാണ്? ചട്ടമ്പി സ്വാമികളുടെ. ചട്ടമ്പി സ്വാമികൾ ഏത് ചികിത്സയിലായിരുന്നു അഗ്രഗണ്യൻ? സിദ്ധവൈദ്യം. ചട്ടമ്പി സ്വാമികൾ ഏത് ചികിത്സയിലായിരുന്നു അഗ്രഗണ്യൻ? സിദ്ധവൈദ്യം. ഒന്നുകൂടെ. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ. മുരുകൻ്റെ തീവ്രഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചത്. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് ആദ്യമായി വിളിച്ചത് തൈക്കാട് അയ്യ. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാട്. ജ്ഞാനപ്രജാകാരം എന്ന സാംസ്കാരിക സംഘത്തിലെ സജീവ പ്രവർത്തകനായ കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ജ്ഞാനപ്രജാകാരം എന്ന സാംസ്കാരിക സംഘത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി പേട്ടയിൽ രാമൻപിള്ള ആശാൻ. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പ് ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതു ലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ഏത് നവോത്ഥാന നായകൻ്റെ പ്രവർത്തന ഫലമായാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ഏത് ചികിത്സയിലായിരുന്നു അഗ്രഗണ്യൻ? സിദ്ധവൈദ്യം. അയിത്തം, താലികെട്ട് കല്യാണം, തിരുണ്ടുകുള്ളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അയിത്തം, താലികെട്ട് കല്യാണം, തിരുണ്ടുകുള്ളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുക എന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ട കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുന്നതാണ് എന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് ഉള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യം ചോദ്യം ചെയ്ത കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യം ചോദ്യം ചെയ്തിരുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്, ഇങ്ങനെ ആഹ്വാനം ചെയ്തത് ചട്ടമ്പി സ്വാമികൾ. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്, ഇങ്ങനെ ആഹ്വാനം ചെയ്തത് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30.
ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനമായി. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായി. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882 ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ഇത് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഒന്നുകൂടെ, അയിത്തം, താലികെട്ട് കല്യാണം, തിരുണ്ടുക്കുളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത് അല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുക എന്ന് അഭിപ്രായപ്പെട്ട കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് ഉള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യം ചോദ്യം ചെയ്ത കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്, ഇങ്ങനെ ആഹ്വാനം ചെയ്ത കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേരള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ എന്ത് ദിനമായാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായി. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882 ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ചരി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ചരി. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ആര്? ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ആര്? ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പരാമർശിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പരാമർശിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പരാമർശിച്ചത് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പരാമർശിച്ചത് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം 1892. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം 1892. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത് ആര്? ഡോക്ടർ പൽപു. സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത് ആര്? ഡോക്ടർ പൽപു. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ: 1 ബോധേശ്വരൻ. 2 വെളുത്തേരി കേശവ വൈദ്യൻ. 2 വെളുത്തേരി കേശവൻ വൈദ്യൻ. 3 കുമ്പളത്ത് ശങ്കുപിള്ള. 4 നീലകണ്ഠ തീർത്ഥപാദർ. 5 തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. 6 പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ. 7 ശ്രീ രാമാനന്ദ തീർത്ഥപാദർ. ഒന്നുകൂടെ, ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ചരി.
സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പരാമർശിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പരാമർശിച്ചത് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം 1892. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത് ആര്? ഡോക്ടർ പൽപ്പു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ: 1 ബോധേശ്വരൻ, 2 വെളുത്തേരി കേശവ വൈദ്യൻ, 2 വെളുത്തേരി കേശവൻ വൈദ്യൻ, 3 കുമ്പളത്ത് ശങ്കുപിള്ള, 4 നീലക്കണ്ഠ തീർത്ഥപാദർ, 5 തീർത്ഥപാദ പരമഹംസ സ്വാമികൾ, 6 പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, 7 ശ്രീ രാമാനന്ദ തീർത്ഥപാദർ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമതസാരം, ആദിഭാഷ, സർവമത സമാരസ്യം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, നിജാനന്ദ വിലാസം, പരമഭട്ടാര ദർശനം, ശ്രീചക്ര പൂജാകൽപ്പം, തമിഴകം. ഒന്നും കൂടെ: ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമതസാരം, ആദിഭാഷ, സർവമത സമാരസ്യം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, നിജാനന്ദ വിലാസം, പരമഭട്ടാര ദർശനം, ശ്രീചക്ര പൂജാകൽപ്പം, തമിഴകം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി പ്രാചീന മലയാളം. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി പ്രാചീന മലയാളം. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴ് ആണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ആദിഭാഷ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴ് ആണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ആദിഭാഷ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമത നിരൂപണം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമിയുടെ കൃതി ക്രിസ്തുമത നിരൂപണം. ക്രിസ്തുമത നിരൂപണത്തിന് 2 ഭാഗങ്ങളുണ്ട്. അവ ഏവ: ക്രിസ്തുമതസാരം, ക്രിസ്തുമതഛേദനം. ക്രിസ്തുമത നിരൂപണത്തിന് 2 ഭാഗങ്ങളുണ്ട്. അവ ഏവ: ക്രിസ്തുമതസാരം, ക്രിസ്തുമതഛേദനം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമതഛേദനം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമതഛേദനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ
വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ പ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി മോക്ഷപ്രദീപ ഖണ്ഡനം. ശൂദ്രന്മാർക്കും അവർണർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. ശൂദ്രന്മാർക്കും അവർണർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി തമിഴകം. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി തമിഴകം. ഒന്നുകൂടെ, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി പ്രാചീന മലയാളം. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴ് ആണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ആദിഭാഷ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമത നിരൂപണം. ക്രിസ്തുമത നിരൂപണത്തിന് 2 ഭാഗങ്ങളുണ്ട്. അവ ഏവ: ക്രിസ്തുമതസാരം, ക്രിസ്തുമതഛേദനം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമതഛേദനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി മോക്ഷപ്രദീപ ഖണ്ഡനം. ശൂദ്രന്മാർക്കും അവർണർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി തമിഴകം. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത സമാധി സപ്തകം. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത സമാധി സപ്തകം. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് കെ മഹേശ്വരൻ നായർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് കെ മഹേശ്വരൻ നായർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതി ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതി ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി കൈതക്കൽ സോമക്കുറുപ്പ് രചിച്ച നോവൽ മഹാമുനി. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി കൈതക്കൽ സോമക്കുറുപ്പ് രചിച്ച നോവൽ മഹാമുനി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസിക സദ്ഗുരു 1921 ഇത് ആരംഭിച്ചത്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസിക സദ്ഗുരു 1921 ഇത് ആരംഭിച്ചത്. ഒന്നുകൂടെ, ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത സമാധി സപ്താകം. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് കെ മഹേശ്വരൻ നായർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതി ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും.
ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി കൈതക്കൽ സോമക്കുറുപ്പ് രചിച്ച നോവൽ മഹാമുനി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസിക സദ്ഗുരു. 1921 ഈ മാസിക ആരംഭിക്കുന്നത്.